ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഡിജിപിക്ക് പരാതി. കൈരളി ന്യൂസ് റിപ്പോർട്ടർ സുലേഖ ശശികുമാറാണ് പരാതി നൽകിയത്. സുലേഖ ശശികുമാറിന്റെ ജോലി തടസ്സപ്പെടുത്തിയതിനും ഭീഷണിപ്പെടുത്തിയതിനും അധിക്ഷേപിച്ചതിനും എതിരെയാണ് പരാതി. ഡിജിപി പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. വിശദവിവരങ്ങളുമായി ഷീജ ചേരുകയാണ് തിരുവനന്തപുരത്തു നിന്നും. ഷീജ, ധാർമ്മികമായി പ്രതികരിക്കുന്നതോടൊപ്പം തന്നെ നിയമപരമായും ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ അധിക്ഷേപത്തിനെതിരെ പ്രതികരിക്കാൻ ഇപ്പോൾ കൈരളി ന്യൂസും അതേപോലെ തന്നെ സുലേഖ ശശികുമാറും തീരുമാനിച്ചിരിക്കുന്നു. സുലേഖയുടെ പരാതി ഇപ്പോൾ പോലീസ് മേധാവി കൈപ്പറ്റി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും സിന്ധൂരി, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവം ഉണ്ടാകുന്നത് ഈ മാസം 21-നാണ്. ശിവഗിരിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ മാധ്യമങ്ങളെ കാണും രാജീവ് ചന്ദ്രശേഖർ എന്നറിയിച്ചതിനെ തുടർന്നാണ് കൈരളി ന്യൂസ് റിപ്പോർട്ടർ സുലേഖ ശശികുമാർ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ അവിടേക്ക് എത്തിയത്. അതേ തുടർന്ന് തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞു. പ്രതികരണം ചോദിക്കുമ്പോൾ പ്രകോപിതനാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ സുലേഖയോട് നീയെന്ന് സുലേഖയെ വിളിക്കുകയും ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഒന്നും തന്നെ ചോദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ജോലി തടസ്സപ്പെടുത്തുകയും അതിനുശേഷം നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത്. ഇതിൽ നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെയും പല കോണിൽ നിന്നായി പല മേഖലയിൽ നിന്നുള്ളവർ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ നടപടിക്കെതിരെ വലിയ തോതിലാണ് പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴേതായാലും ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് കൈരളി ന്യൂസും തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുലേഖ ശശികുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പറയുന്നത് ജോലി തടസ്സപ്പെടുത്തി, അതോടൊപ്പം തന്നെ അധിക്ഷേപിച്ചു, ഭീഷണിപ്പെടുത്തി എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഉചിതമായ ക്രിമിനൽ നിയമ നടപടി തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഈ പരാതി നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരൻ പരാതി നേരിട്ട് കൈപ്പറ്റുകയും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കൈമാറുകയും ചെയ്തിരിക്കുകയാണ്. സിന്ധൂരി, ഷീജ പറഞ്ഞതുപോലെ തന്നെ സുലേഖ ശശികുമാർ അവളുടെ ജോലി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സുലേഖയുടെ ജോലിയാണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക, പ്രതികരണം എടുക്കുക എന്നുള്ളത്. ആ ജോലിയെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, കൃത്യമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അന്ന് കണ്ടത്. ഇതിനെതിരെ ഷീജ പറഞ്ഞപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്നും, മാധ്യമ മേഖലയിൽ നിന്ന് മാത്രമല്ല പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇതിന്റെ ഒരു കേസിന്റെ ഒരു തുടരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു നിയമ വഴിയിലുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ രീതിയിലായിരിക്കും ഈ ഒരു പരാതി രാജീവ് ചന്ദ്രശേഖരനെ ബാധിക്കുവാൻ പോവുക? തീർച്ചയായും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇരു വിഭാഗത്തിൻ്റെയും മൊഴിയെടുത്ത് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക പോലീസ് എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സുലേഖയിൽ നിന്നും പോലീസ് ആരായുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തുള്ള ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും മൊഴിയെടുത്ത് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളതിൽ സംശയമില്ല.